ബാലതാരമായി സിനിമാ ലോകത്തേക്ക് കടന്നുവന്ന് പിന്നീട് സിനിമയിൽ തന്റേതായ സ്ഥാനം നേടിയ നടനാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളായി ഒന്നോ രണ്ടോ സീനുകളിൽ മാത്രം മിന്നിമറഞ്ഞ വിഷ്ണു പിന്നീട് വലിയ വേഷങ്ങളിലേക്കും ചുവടുമാറ്റി. കട്ടപ്പനയിലെ ഹൃതിക് റോഷനുടെ നായികവേഷം ഇണങ്ങുമെന്ന് വിഷ്ണു തെളിയിച്ചു. നായകനായി പിന്നീട് നിരവധി സിനിമകളിൽ വിഷ്ണു ഭാഗമായിട്ടുണ്ട്. സ്വാഭാവിക ഡയലോഗ് ഡെലിവറിയിലും നർമ്മവുമാണ് വിഷ്ണുവിന്റെ പ്രത്യേകത. മിമിക്രി പാരമ്പര്യത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് റിവോൾവർ റിംഗോ തിയേറ്ററിലെത്തി. ചിത്രത്തിൽ പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ വിഷ്ണു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. 2022 ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ വിഷ്ണുവിന് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. വെടിക്കെട്ട് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു വിഷ്ണുവിന് പൊള്ളലേറ്റത്. കൈക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തേണ്ടി വന്നെന്നും ആശുപത്രിയിൽ പ്രവേശിച്ച അനുഭവം മറക്കാനാവില്ലെന്ന് പറയുകയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഹോസ്പിറ്റലിലെത്തിച്ച സമയത്ത് നാദിർ ഷെയ്ഖ് അവിടെ എത്തിയിരുന്നു. പുള്ളി എൻ്റെ അവിടെ തന്നെ നിന്നു. "ഒന്നുമില്ലടാ, ഒരു കുഴപ്പമില്ല" എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പുള്ളി എൻ്റെ നെറ്റിയിൽ കൈവച്ചു. ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്തു. ചെറിയ സർജറി വേണമെന്ന് ഹോസ്പിറ്റലുകൾ പറഞ്ഞതുകൊണ്ടാണ് സർജറി ചെയ്തത്. സർജറി കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി. എല്ലാം കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വാതിലിൻ്റെ അടുത്ത് നല്ല പരിചയമുള്ള ഒരു രൂപം. നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം മമ്മൂക്ക. എനിക്ക് ഇതുപോലെ പറ്റിയെന്നറിഞ്ഞപ്പോൾ ഹൈദരാബാദിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. പുള്ളി അവിടെ ഷൂട്ടിലായിരുന്നു. അത് പകുതിക്ക് വെച്ച് നിർത്തിയാണ് എന്നെ കാണാൻ വന്നത്. "എന്താടാ" എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് പേടിച്ചിട്ട് കൈ പൊള്ളിയെന്ന് പറഞ്ഞു. ഒന്ന് മൂളിയ ശേഷം "വേദനയുണ്ടോടാ" എന്ന് ചോദിച്ചു. "ഇപ്പോൾ കുഴപ്പമില്ല" എന്ന് ഞാൻ പറഞ്ഞു. പിന്നെയും കുറേ സംസാരിച്ചു. "സാരമില്ല, ഈ പടമെങ്കിൽ വേറെ പടം നമുക്ക് ചെയ്യാം" എന്ന് മമ്മൂക്ക പറഞ്ഞു. അത് വല്ലാത്ത അനുഭവമായിരുന്നു എന്ന് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞു.